ഹലോ കൂട്ടുകാരെ, ഇന്ന് ഇത്രയും കുട്ടിക്കഥകളിലും നമുക്ക് പ്രശസ്തമായ വാഷിംഗ്ടൺ ഇർവിങ്ങിന്റെ റിപ്മാൻ വിങ്കിൾ എന്ന കഥ കേൾക്കാം. പണ്ട് പണ്ട് ഫുഡ് ഹിൽസിലെ കാറ്റ്സ്കിൽ മലനിരകളുടെ അടുത്തായിട്ട് ഒരു കുഞ്ഞു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ നല്ല മനസ്സുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ പേരാണ് റിപ്മാൻ വിങ്കിൾ. റിപ്മാൻ വിങ്കിളിന് നല്ല മനസ്സുണ്ടായിരുന്നു. എല്ലാവരെയും സഹായിക്കാനും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും റിപ്മാൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവരെ പട്ടം പഠിപ്പിക്കാനും ഗോലി കളിക്കാനും ഒക്കെ പഠിപ്പിച്ചത് റിപ്പാണ്. പക്ഷേ റിപ്മാൻ വിങ്കിൾ ഭയങ്കര ലേസി ആയിരുന്നു. സ്വന്തം ഫാർമിൽ പോലും പണി ചെയ്യത്തില്ല. അയാളുടെ പശുക്കളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. കൃഷി മൊത്തം നശിച്ചും പോയി. റിപ്മാൻ വിങ്കിളിന് എപ്പോഴും ഉള്ളൊരു കൂട്ടാണ് അയാളുടെ പട്ടിക്കുഞ്ഞ്. ആ പട്ടിക്കുഞ്ഞിന്റെ പേരാണ് വുൾഫ്. ചില നേരത്ത് വർക്കൊന്നും ചെയ്യാതിരിക്കാനായിട്ട് റിപ്പ് പട്ടിക്കുഞ്ഞിനെയും കൊണ്ട് ഫോറസ്റ്റിലേക്ക് ചെല്ലും. ഒരു ദിവസം അങ്ങനെ നടന്ന് റിപ്പ് മലേന്റെ മുകളിലേക്ക് എത്തി. പക്ഷേ അത് ഭയങ്കരമായിട്ട് ലേറ്റായി. അപ്പോൾ റിപ്പ് അവിടെ തന്നെ കിടന്നു. അങ്ങനെ കിടന്നപ്പോഴാണ് റിപ്പ് കേൾക്കുന്നത് റിപ്മാൻ വിങ്കിൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്മാൻ വിങ്കിൾ അപ്പോൾ അയാളുടെ ചുറ്റും നോക്കി. അപ്പോൾ ഒരു കുഞ്ഞു മനുഷ്യൻ, അയാൾക്ക് ഭയങ്കര വയസ്സുണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുള്ള താടിയും മീശയും മുടിയും ഒക്കെ ഉള്ള ഒരു ക്യാനും പിടിച്ചിട്ടൊരാള്. ആ കുഞ്ഞു മനുഷ്യൻ റിപ്മാൻ വിങ്കിളിനോട് സഹായം ചോദിച്ചു ആ ക്യാന് പൊക്കിത്തരാൻ. അപ്പോൾ റിപ്മാൻ വിങ്കിൾ അയാളെ സഹായിച്ചു. അയാളെയും പിടിച്ചോണ്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവിടെ നിന്ന് കുറെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് പെട്ടു. അവിടെ 9 പിൻസ് കളിക്കുമായിരുന്നു എല്ലാവരും. അവരൊക്കെ നന്നായിട്ട് ഡ്രസ്സും ഒക്കെ ചെയ്ത് കുറേ താടിയും പല പല നിറങ്ങളിലുള്ള താടികളുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ മുഖമൊക്കെ ഭയങ്കര സീരിയസ് ആയിരുന്നു. അവർ ഭയങ്കര സൈലന്റ് ആയിരുന്നു. അപ്പോഴാണ് റിപ്മാൻ വിങ്കിളിന് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നവര്. അപ്പോൾ അവരുടെ കയ്യിലുള്ള കല്ല് റിപ്മാൻ വിങ്കിളിന് കൊടുത്തു. റിപ്മാൻ വിങ്കിൾ ഒന്നും നോക്കാതെ അത് കുടിച്ചു. അങ്ങനെ കുടിച്ചപ്പോൾ റിപ്മാൻ വിങ്കിൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോൾ അയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന പട്ടിക്കുഞ്ഞ് കാണാനില്ല. അയാൾ കുറേ ഒച്ച വെച്ചു, വുൾഫ് വുൾഫ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അയാളുടെ പട്ടീനെ തിരിച്ചു കിട്ടിയില്ല. ആ വിഷമത്തിൽ റിപ്മാൻ വിങ്കിൾ അയാളുടെ നാട്ടിൽ ചെന്നു. അയാളുടെ നാട്ടിൽ ചെന്നപ്പോൾ കുറേ പേര് അയാളെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അയാളെ തന്നെ ഒന്ന് നോക്കി. അപ്പോൾ റിപ്മാൻ വിങ്കിൾ കണ്ടു റിപ്മാൻ വിങ്കിളുടെ താടി ഭയങ്കരമായിട്ട് വലിയതായിരിക്കുമായിരുന്നു. ഡ്രസ്സൊക്കെ മുഷിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഒരു വയസ്സായ സ്ത്രീ വന്ന് അയാളെ ഒന്ന് നോക്കുന്നു. അപ്പോൾ ആ സ്ത്രീ ഒച്ച വെച്ച് പറയുവാണ്, ഇത് റിപ്മാൻ വിങ്കിളാണ്. റിപ്മാൻ വിങ്കിൾ ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത് കേട്ടുകൊണ്ട് റിപ്മാൻ വിങ്കിളുടെ മകൾ ഓടി വന്ന്, അച്ഛാ നിങ്ങൾ എവിടെയായിരുന്നു എന്നൊക്കെ സന്തോഷിച്ച് ഒച്ച വെച്ച് പറഞ്ഞു. അങ്ങനെ റിപ്മാൻ വിങ്കിളുടെ മകൾ സന്തോഷത്തോടെ ആ റിപ്മാൻ വിങ്കിളിനെയും കൊണ്ട് വീട്ടിൽ പോയി സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.